അമ്മ 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 എന്തേ എന്താ അമ്മ എവിടെ ഉണ്ട്? ഇതെന്താ അമ്മ എന്തോ ഇതെന്താ നോക്കിയേ പട്ടാളത്തിൽ നിന്നുള്ള ലെറ്ററാണ്. അമ്മയ്ക്കല്ല എനിക്ക്. ആ പട്ടാളത്തിന് ജോലി കിട്ടിയെന്ന്. പട്ടാളത്തിന് ജോലി കിട്ടിയമ്മ. ഇന്റർവ്യൂ ടെസ്റ്റും മറ്റതും മറിച്ചതും ഒക്കെ നീ റിക്രൂട്ട്മെന്റിനൊക്കെ പോയായിരുന്നു. ആ ഇതിന് അതൊന്നും വേണ്ടാന്ന്. അതായത് പട്ടാളത്തിൽ ഇരിക്കാൻ മരിച്ചിട്ടുള്ള നല്ല മിടുക്കരായിട്ടുള്ള പട്ടാളക്കാര്, നല്ല ധൈര്യശാലിയായിട്ടുള്ള പട്ടാളക്കാരെ മക്കളൊക്കെ പട്ടാളത്തിൽ എടുക്കാണെന്ന്. ഇപ്പൊ പട്ടാളത്തിൽ ആർക്കും ധൈര്യമില്ലത്രമ്മ. അല്ല പട്ടാളക്കാരുടെ മക്കൾക്കാണ് മുൻഗണന. സത്യം പറയാണോ? അല്ലാതെ വായിച്ചു നോക്ക് നീ അങ്ങോട്ട്. നിന്നെ കക്ഷരം അറിഞ്ഞൂടെ? എന്തായാലും ഇനി പോസ്റ്റ് കയറണല്ലോ. അയ്യോ അപ്പൊ ഇപ്പോഴത്തെ ജോലി എന്ത് ചെയ്യും? നമ്മള് രാജിവെക്കും. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് അവധി എഴുതി കൊടുത്തിട്ട് പോയിട്ട് അതും ഇതും കൂടെ ചെയ്യാൻ പറ്റും? എന്തിനമ്മ? അതിന്റെ മുമ്പിൽ ഇതൊരു ജോലിയാണോ? ഇത് കളഞ്ഞിട്ട് പോവാ. എന്തായാലും പട്ടാളത്തിൽ ചേരാം. അല്ല ഇതിനിപ്പോ എവിടെ പോണം? ഡൽഹി പോണം. അതിനെന്താ ഡൽഹി ഒന്നും ഇവള് കണ്ടിട്ടില്ലല്ലോ. എന്തായാലും ഹവീൽദാർ വീരഭദ്രൻ നായർ മകൻ ഹവീൽദാർ കനകൻ നിലനിർത്തും. ദൈവം അങ്ങനെ നിലനിർത്തും. എന്തായാലും അമ്മയുടെ ഒരു വലിയ സ്വപ്നമായിരുന്നു അത് സാധിച്ചു കിട്ടി. വിശ്വസിക്കാൻ പറ്റണില്ല അമ്മേ. വിശ്വസിക്കണം, എന്റെ മോൻ നല്ലവനാടി. ഏട്ടൻ പട്ടാളത്തിന്റെ ഉടുപ്പൊക്കെ ഇട്ട്. ഞാന് തങ്കത്തിനോട് പറഞ്ഞു വരട്ടെ. ക്ലീരസിനൂടെ പറയണം കേട്ടാ. പറഞ്ഞേക്കാം. പറഞ്ഞേരാ. അമ്മേ ഇന്ന് നമുക്ക് പായസം വെക്കണം. പായസം മാത്രം പോരെ, ലഡുവും വാങ്ങിക്കണം. ലഡു മേടിച്ചിട്ടേ ഇവിടെ മാത്രം പോരാ, നാട് മുഴുവൻ കൊടുക്കണം. അത് മാത്രവും പോരാ, അവന്റെ കൂട്ടുകാരന്മാർക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കണം ജോലി സ്ഥലത്തുള്ള. അതല്ല ഇനി ഡൽഹിയിലൊക്കെ പോകുമ്പോ ഞാനും പോണ്ടി വരുമോ? പിന്നെ ഹബീൽദാരുടെ കൂടെ ഞാനങ്ങ് പോയില്ലേ, അതുപോലെ നീയും പോണം. നീയും ഭാഗ്യവതിയാണ്. വൈദ്യുതി മുടങ്ങും. എൻ്റെ അളിയനെ പോലുള്ളവന്മാരാണ് ഇരിക്കണമെങ്കിൽ വൈദ്യുതി മാത്രമല്ല സകലതും മുടങ്ങും. തങ്കമുണ്ട് വർക്ക്ഷോപ്പില്. മോളിലേ പറയട്ടെ, കാര്യമുണ്ട്. ഭയങ്കര സന്തോഷത്തിലാണല്ലോ. സന്തോഷിച്ചോടാത്ത എന്താണ്? ഇഷ്ടമുള്ളപ്പോ ജോലിക്ക് പോകാൻ വരാം. ഇരിക്കടി. എന്താന്ന് പറഞ്ഞേ? ഇന്ന് ഓഫീസില്ലേ? ഞാൻ ഇനി ഓഫീസിൽ പോകുന്നില്ല. ഞാൻ ആ ജോലി രാജിവെച്ചാലോ എന്ന് ആലോചിക്കും. സത്യം പറയളിയാ, കമ്പി മോഷ്ടിച്ചതിനാണോ അതോ കോപ്പർ മോഷ്ടിച്ചതിനോ ഏതിനാണ് പറഞ്ഞു വിട്ടെ? നീ ഇരിക്കടി, പറയട്ടെ. എനിക്കിരിക്കൊന്നും വേണ്ട. നീ എന്ത് വഴി കാണിക്കാൻ പോണത്? ജോലി ഇല്ലാണ്ടായിട്ടുണ്ടെങ്കിൽ എങ്ങനെ ജീവിക്കും? ഞാൻ കഷ്ടപ്പെടണുണ്ടോ? അല്ല തങ്കം, ഈ മോഷണവും ഇതൊക്കെ ചെയ്യണവരെ വീണ്ടും അവിടെ ജോലിക്ക് വെക്കുന്നില്ല. അവര് പറഞ്ഞുകൂടെ തന്നെ ചെയ്യും. നീ അങ്ങോട്ട് ഇരിക്കടി, പറയാന്ന്. എന്താ കാര്യം പറ. അടുത്ത ആഴ്ച ഞാൻ ഡൽഹിക്ക് പോകണം. കുറേ ദിവസം കഴിഞ്ഞിട്ടേ വരും. അപ്പൊ വീട്ടിലെ കാര്യങ്ങളൊക്കെ നിങ്ങൾ രണ്ടുപേരും കൂടെ വേണം നോക്കാൻ. ഇവിടെ ഉള്ള വിടായ്പൊക്കെ മതിയാക്കിയിട്ട് ഇനിയിപ്പോ അടുത്ത ഡൽഹിയിലേക്ക്, രാഷ്ട്രീയത്തിലേക്ക് വല്ല ആണോ ഡൽഹിയിൽ? എങ്കിൽ എനിക്ക് അവിടെയും പിടിയുണ്ട്. പക്ഷേ ഞാൻ ചെല്ലുന്ന സ്ഥലത്തേക്ക് നിനക്ക് പിടി എത്തൂല. ഇത് പട്ടാളത്തിലാ. എത്തുവോ? പട്ടാളത്തിലാ? ആര്? പട്ടാളത്തിൽ ജോലി ശരിയായിട്ടുണ്ട്. അതിന് നീ പട്ടാളത്തിന്റെ പരീക്ഷ എഴുതിയില്ലല്ലോ. ഇതിന് പരീക്ഷ ഒന്നും വേണ്ടാന്ന്. ഈ നിയമനത്തിന് പരീക്ഷ വേണ്ടെന്നാ പറയുന്നത്. ഒന്നും മിണ്ടാണ്ടിരിക്കേണ്ട അളിയാ. പിന്നെ അല്ലാതെ പിന്നെ എന്താണ്? അതെ, നമ്മുടെ അച്ഛൻ പട്ടാളത്തിലെ ധൈര്യശാലിയായിട്ടുള്ള പട്ടാളക്കാരനായിരുന്നല്ലോ. അച്ഛന് ശേഷം അത്രയും ധൈര്യമുള്ള ഒരാൾ പട്ടാളത്തിൽ ചെന്നിട്ടില്ല എന്നാ പറയുന്നത്. നീ ഒന്നും മിണ്ടാണ്ടിരിക്കേണ്ട ക്ലീറ്റസ്, പറയുന്നത് കേൾക്കാം ആദ്യം. അപ്പോ പട്ടാളത്തിൽ ചേരാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അച്ഛന്റെ രക്തബന്ധത്തിലുള്ള ആർക്കെങ്കിലും, ഒന്നുകിലും മകനാവാം, അല്ലെങ്കിൽ അച്ഛന്റെ അനിയന മക്കളാവാം, അനിയന്റെ ഒക്കെ മക്കളാവാം, അതുപോലുള്ള ആർക്കെങ്കിലും താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരു 6 മാസം മുമ്പ് ഒരു കത്ത് വന്നിരുന്നു. അത് പറഞ്ഞില്ല, അമ്മയോട് പറഞ്ഞില്ല, ഞാൻ ആരോടും പറഞ്ഞില്ല. അപ്പൊ ഞാൻ വെറുതെ ആ ഫോമിനകത്ത് ഉണ്ട് ഇല്ല എന്ന് പറഞ്ഞിട്ട് 2 കോളുണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ അതിനകത്ത് ഉണ്ട് എന്ന് പറഞ്ഞിട്ടൊന്ന് ടിക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞിട്ട് ടിക്ക് ചെയ്യുക. ഞാനപ്പോ എന്ത് ചെയ്തു, ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വെറുതെ അങ്ങ് ടിക്ക് ചെയ്തിട്ട് അയച്ചു ഈ സാധനം. ഇപ്പതാ അപ്പോയിന്റ്മെന്റ് ലെറ്റർ വന്നിരിക്കുന്നു. അതെ, ഞാനൊരു സത്യം പറയട്ടാ. അച്ഛൻ ആനപ്പുറത്തിരുന്ന് ചന്തയിലെ തഴമ്പ് വന്നു വെച്ചിട്ട് മോന്റെ ചന്തയിലെ തഴമ്പ് വരുമെന്ന് വിചാരിക്കരുത്. ഇവിടെ വരും. നോക്കിയിരുന്നാ മതി. ഇത് പട്ടാളമാ. ക്ലീറ്റോന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്നിട്ട് പോകും. ഇവൻ
എടി ഈ കുള്ളനൊക്കെ പട്ടാളത്തിൽ എടുക്കുമായിരുന്നു. എടാ ഞാൻ കുള്ളനാണോ അല്ലയോ എന്നുള്ളതല്ല വിഷയം. പിന്നെ അച്ഛൻ കുള്ളനായിരുന്നോ? കുള്ളനായിരുന്നില്ലേ? അച്ഛൻ കുള്ളനായിരുന്നില്ലേ? അച്ഛന് മാത്രം പൊക്കമൊന്നും ഉണ്ടായിരുന്നില്ല. ആ അവർക്ക് ധൈര്യമുള്ള ആളെ വേണ്ടെന്ന് അവൻ പറഞ്ഞു കേട്ടില്ലേ? അത് അമ്മാവൻ എന്നോട് ഒരു ദിവസം പറഞ്ഞു. വിറപ്പിച്ചോണ്ടിരുന്നാണ് അച്ഛൻ. കൊറേ ആൾക്കാരെ അന്ന് ഇങ്ങനെ തട്ടിക്കൂട്ടി പട്ടാളത്തിലെടുത്ത് ആ കൂട്ടത്തില് പട്ടാളത്തിൽ കയറിയ ആളാ നിന്റെ അച്ഛൻ. ഒന്നും പറഞ്ഞത് ആർക്കെങ്കിലും ഒരു നല്ല കാര്യം വരുമ്പോ അതിനങ്ങ് എതിർത്തോളണം. അല്ലളിയാ ഇത് നല്ലതെന്ന് എങ്ങനെ അംഗീകരിക്കും എന്നുള്ളതാണ്. ഇതിപ്പോ യുദ്ധമൊക്കെ ഉണ്ടാവോ? യുദ്ധമൊക്കെ ഉണ്ടാവും. യുദ്ധം ഉണ്ടാവാതിരിക്കും പിന്നെ പട്ടാളത്തില്. പിന്നെ ചെന്ന ഉടനെ തോക്ക് എടുത്ത് കൊടുത്ത് എന്നാടാ യുദ്ധം ചെയ്യുന്ന പറയും. എന്റെ തങ്കം അവിടെ ചെന്നാ പോലും ആദ്യം ട്രെയിനിങ് ഉണ്ട്. ട്രെയിനിങ്ങിൽ ഇവൻ യോഗ്യനാണോ നോക്കണം. ഇവന്റെ നെഞ്ചളവ്, ഇവന്റെ പൊക്കം, ഇവന്റെ പ്രവൃത്തികളെല്ലാം നോക്കും. എന്നിട്ടേ പട്ടാളത്തിൽ എടുക്കുള്ളൂ. ഏടാ പൊട്ടാ, നീ ഇതിന്റെ പാട് നോക്ക്. അതെ, ഹവിൽദാർ വീരഭദ്രന്റെ മകന് ട്രെയിനിങ്ങേ വേണ്ടാന്നാ പറഞ്ഞത്. നേരിട്ട് പട്ടാളത്തിലേക്ക് എടുക്കാണ്. അപ്പൊ എന്താണെന്നറിയാമോ, നിന്നെ കുക്കായിട്ടാണ് എടുക്കുന്നത്. കുക്ക് എന്നാ കുക്കായിട്ടാണോ അല്ലയോ എന്നുള്ളത് നീ കണ്ടോ? കാണാന്നല്ല, നമുക്ക് കാണാം. ഇതിപ്പോ എവിടെയായിരിക്കും പോണ്ടത്? കാശ്മീരിലെ ആദ്യം. അങ്ങനെയാണെങ്കിൽ അളിയെ ചപ്പാത്തി ഉണ്ടാക്കാൻ പഠിച്ചോളണം. അവർക്ക് ചപ്പാത്തിയാ ഇഷ്ടം. എന്താ ക്ലീറ്റ്, ഇത് എന്താ അസൂയത്? എനിക്ക് അവനോട് എന്താ അസൂയ? അല്ല നീ ആലോചിച്ച് നോക്ക്, യവനെ പോലുള്ള ഈ മുക്രി മുണ്ടനൊക്കെ എന്തിനു പട്ടാളത്തിൽ എടുക്കണത്? അയ്യേ, ഇവൻ പട്ടാള ഡ്രസ്സൊക്കെ ഇട്ട് നിന്ന എന്താണ് ഇവന്? എന്തെങ്കിലും ശ്രദ്ധിക്കണ്ട. 2 പാന്റ് ഷർട്ട് എടുത്തരാട്ടാ. നിനക്ക് എന്ത് കളറാ വേണ്ടേ? ഓ, പാന്റ് ഷർട്ട് ഒന്നും വേണ്ടടി. പാന്റ് ഷർട്ട് ഒന്നും ഇടാൻ പറ്റില്ല. ഇനിയിപ്പോ അവര് പറഞ്ഞ അവരെ ഡ്രസ്സ് തന്നെ ഇടണം. അവരെ ഡ്രസ്സ് ഇട്ടിട്ട് മതി ഇവിടുന്ന് അങ്ങോട്ട് ചെല്ലുക പറഞ്ഞു. പോണതിന് മുമ്പ് മറ്റേ പരമ്പര ചക്രയും കൂടെ തന്നായിരിക്കും അളിയനെ ഇവിടുന്ന് കൊണ്ടുപോകണം അല്ലേ? ഇങ്ങനെയാണെങ്കിൽ മിക്കവാറും ഞാൻ ഒരെണ്ണം തരും. പരംവീർ ചക്രേ. എങ്ങനെയെങ്കിലും ഒരു 4-5 വർഷം കടിച്ചു തൂങ്ങി നിന്ന് കഴിഞ്ഞാൽ പിന്നെയുള്ള ജീവിതകാലം മുഴുവൻ സുഖ. പെൻഷൻ കിട്ടിക്കൊണ്ടേയിരിക്കും മരിക്കുന്നത് വരെ. എങ്ങാനും ചത്തുപോയി അതിന്റെ ബാക്കി കുടുംബങ്ങൾക്ക് സുഖം. നിന്റെ കുടുംബം രക്ഷപ്പെട്ടല്ലോ. അപ്പൊ പിന്നെ ഞാൻ വേറെ ഒന്നും നോക്കില്ല. KSB ജോലിയുടെ രാജിവെച്ചിട്ട് ഇതിന് പോകാൻ. എന്റെ അളിയ, ഒരു ഇച്ചിരി സ്നേഹം എനിക്ക് അടിയനോട് ഉള്ളതുകൊണ്ട് ഞാൻ പറയാണ്, നീ ഒന്നുകൂടെ ആലോചിച്ച് നോക്ക്. പോസ്റ്റിൽ കയറുന്ന പോലെ അല്ല, അത്ര എളുപ്പമല്ല. AK-47 എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അതങ്ങോട്ട് കയ്യിലിട്ട് എടുത്ത് വെക്കുമ്പോൾ തന്നെ ഇങ്ങനെ വിറക്കും. 4-5 കിലോ ഉണ്ട് ആ സാധനം. പറ്റുമോ അതൊക്കെ എടുക്കാൻ? പോട്ടടി. എന്ന് പോണ്ടി വരും? അടുത്ത ആഴ്ച പോണം. ആണോ? അന്നെല്ലാം റെഡി ആയിക്കോ. എന്തൊരു ഭാഗ്യല്ലേ അവന്. നമ്മുടെ രാജ്യത്തിന്റെ ഭാഗ്യക്കേട്. ഇങ്ങനെ പറഞ്ഞോ ക്ലീറ്റോ, നിങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞോ. ഹവീൽദാർ കനകന്ന് പറയൂനി. എന്തായാലും എതിർ രാജ്യത്തിന് ഒരു അവർക്കൊരു ഇതായി പെട്ടെന്ന് വെടിയൊക്കെ ഒരു ഇത് കിട്ടും. എവന് വല്ല ബോധമുണ്ടാവേ, നിങ്ങൾ നോക്കി നിൽക്കുക. കുടുംബത്തിന് ഗുണമുണ്ടാവും. നല്ല വിഷമമുണ്ടല്ലേ? എന്തിന്? കണ്ടാലറിയാം. എനിക്ക് ഒരു വിഷമമില്ല. വെറുതെ തേരാപ്പാര ഇങ്ങനെ നടന്നോ. അതിനൊരു സുഖമുണ്ട്. നല്ല സുഖ. അതെല്ലാവർക്കും പറ്റില്ല. ഓ, എന്റെ ആങ്ങളെ പട്ടാളക്കാരനായി. നടക്കാത്ത എത്ര നല്ല സ്വപ്നം. ഇനി എന്തായാലും രാഷ്ട്രീയക്കാരെക്കാളും അന്തസ് കിട്ടും. ഇതിപ്പോ പട്ടാളത്തെ ജോലി കിട്ടിയിട്ട് ഇലക്ട്രിസിറ്റി ബോർഡിലെ ജോലി കളയാന്നൊക്കെ പറയുമ്പോ ഞാനും പറഞ്ഞു സാറേ, വല്ല ലീവ് എടുത്തിട്ട് പോയാ പോരെ, പിന്നെ തിരിച്ചു വരണമെന്ന് തോന്നി ഇവിടെ വരാലോ. ലീവ് എടുത്ത് പോകാൻ പറ്റില്ല, കാരണം രണ്ടും ഗവൺമെന്റ് ജോലിയാണല്ലോ. അല്ല സാർ, ഇതിപ്പോ അമ്മയുടെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു എന്നെ ഒരു പട്ടാളക്കാരനാക്കുക എന്നുള്ളത്. ഇതിപ്പോ നിർഭാഗ്യവശാൽ എനിക്ക് ഇവിടെ KSB ജോലി കിട്ടിയത് കൊണ്ട് ഞാൻ ആദ്യം KSB ജോയിൻ ചെയ്തത് അത്രേ ഉള്ളൂ. ഇല്ലെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പട്ടാളക്കാരനായിട്ട് മാറുമായിരുന്നു. അത് നല്ല കാര്യം. പക്ഷേ പട്ടാളത്തിൽ കയറാൻ ഇത്ര നീളമൊക്കെ മതിയോ? അത് മതി സാർ. ഈ മനുഷ്യ ബോംബായിട്ട് നുഴഞ്ഞു കയറാൻ കുറച്ച് പൊക്കം കുറഞ്ഞ ആളുകൾ വേണം. ഇല്ല, പത്രത്തിൽ വായിച്ചാണ്. അല്ല, ഇപ്പൊ ഇങ്ങനെ പെട്ടെന്ന് ഒരു ജോലി കിട്ടാനായിട്ടുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു? അതിപ്പോ നമ്മുടെ അതിർത്തി പ്രദേശങ്ങളിലൊക്കെ വളരെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ധൈര്യശാലികളായിട്ടുള്ള പട്ടാളക്കാർ മൊത്തത്തിൽ കുറവാ. അപ്പൊ ഈ റിട്ടയർ ചെയ്തിട്ടുള്ള പഴയ പട്ടാളക്കാരും പിന്നെ മരിച്ചു പോയിട്ടുള്ള പട്ടാളക്കാരുണ്ടാവുമല്ലോ, അവരുടെ മക്കളെ ഇപ്പൊ പട്ടാളം തിരിച്ചു വിളിക്കുകയാണ്. ഫോഴ്സ് കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ കനകനെ സംബന്ധിച്ചിടത്തോളം ഇലക്ട്രിസിറ്റിയുടെ വർക്കുകൾ ആ ലൈനിൽ തന്നെ ആയിരിക്കും അവിടെ. അതിപ്പോ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല സാറേ. കാരണം ഒരുപാട് വിങ്ങുകളുണ്ടല്ലോ. ഇപ്പൊ ഏത് വിഭാഗത്തിലേക്കാണ് അവർ തിരിക്കുക എന്നുള്ളത് നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇനിയിപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒരു പക്ഷേ ഈ പിന്നെ ഇലക്ട്രിക് ഏരിയയിലായിരിക്കാൻ സാധ്യതയുണ്ട്. അത് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ടാവും. ചെന്നിട്ട് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ വിളിക്കാന്ന് പറഞ്ഞു. ഇതെന്താ പേർഷ്യയിലേക്കാണോ പട്ടാളത്തിലേക്കാണോ? കാരണം അവിടെ ചെന്നിട്ട് വിസ അയച്ചു കൊടുക്കുക, എൻ്റെ കൂട്ടുകാരനെ കൂടെ കൊണ്ടുവരണം എന്നൊക്കെ പറയാൻ. അല്ല, അങ്ങനെയല്ല. അവര് എന്നെ പട്ടാളത്തിലേക്ക് എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് കത്തയച്ച സമയത്ത്
വേറെ ആർക്കെങ്കിലും ഇതുപോലെ പട്ടാളത്തിൽ ചേരാൻ താല്പര്യമുണ്ടോ എന്നുള്ളത് സുഹൃത്തുക്കളോട് ചോദിക്കി എന്നൊരു ഇത് കൂടി എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ അവരുടെ ലിസ്റ്റും കൂടെ നമ്മൾ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഇമ്മീഡിയറ്റ് വിളിക്കാൻ അവിടെ ധൈര്യശാലികളുടെ എണ്ണം ഇനിയും കുറയുകയാണെങ്കിൽ വിളിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവന് അവിടെ വർത്താനം പറയാനെങ്കിലും ആരും വേണ്ടേ? അതാണ് അവിടെ ഹിന്ദിക്കാരല്ലേ. യുദ്ധമുന്നണിയിലേക്കാണ് പോകുന്നത്. അവിടെ വർത്താനം പറയാൻ സമയം കിട്ടുമോ? ഞങ്ങള് രണ്ടുപേരും കൂടി ഏതവനെ അടിച്ചിടും. അതുപോലെ ഇവനാകുമ്പോ പിന്നെ എക്സ്പീരിയൻസും ഉണ്ടല്ലോ സാറേ. എന്തിനാ അടിയുടെ കാര്യത്തിലോ? ഇല്ലെന്ന് അതിർത്തി കിടന്ന യുദ്ധമല്ലേ ഇവനും ക്ലീറ്റസും കൂടി അപ്പുറം ഇപ്പുറവും. അത് ശരി. എന്തായാലും നന്നായി. ഇപ്പോൾ കനകനപ്പം പോകാൻ തീരുമാനിച്ചു സാറേ. കനകനെ പോലുള്ളൊരു നല്ലൊരു ജീവനക്കാരൻ KSEB ന്ന് പോകുന്നതിൽ നമുക്ക് വിഷമമുണ്ട്. അതൊരു നഷ്ടം തന്നെയാണ്. പിന്നെ അത് രാജ്യസേവനത്തിന് വേണ്ടിയാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. എന്തായാലും ഒരു നല്ല യാത്രയപ്പ് കൊടുക്കണം അല്ലേ? സാറേ നമുക്കുള്ളൊരു വീരോചിത യാത്രയപ്പ് വരട്ടെ. എങ്ങനെ ഒരു വീരോചിത യാത്ര. അപ്പോൾ കനകന് നമുക്ക് നല്ലൊരു വീരോചിതമായ യാത്രയപ്പ് തന്നെ കൊടുത്തേക്കാം അല്ലേ? അതെ. ഓക്കെ സാർ. ശരി. എന്തമ്മ? ഒന്നുമില്ല. എന്താ അമ്മയ്ക്കൊരു വിഷമം? എനിക്ക് സന്തോഷമല്ലേടാ. നീ എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? അതാ എനിക്ക് മനസ്സിലാവാത്തത്. പിന്നെ പോകുമ്പോൾ ഈ ഡ്രസ്സ് വിട്ട് ഈ തൊപ്പിയും വെച്ചുകൊണ്ട് തന്നെ പോകണം. കൊണ്ടുപോകേണ്ട രേഖകളൊക്കെ പെട്ടിക്കകത്ത് വെച്ചിട്ടുണ്ട്. ഈ പെട്ടിയും കൊണ്ടുപോകണം. എന്താ ഇനി ഇതിനകത്ത് വെക്കാൻ എന്തെങ്കിലും ബാക്കിയുണ്ടോ? ഒന്നുമില്ല. പിന്നെ ഒന്നുകൂടെ വേണമെങ്കിൽ നീ നോക്കിക്കോ, ഞാൻ എല്ലാം എടുത്ത് വച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, എന്തമ്മ? നീ രാജ്യത്തിന് വേണ്ടി പോരാടാനാണ് പോകുന്നത്, അറിയാലോ. ഹവീൽദാർ വീരഭദ്രൻ നായരുടെ മകനാണ് നീ, മനസ്സിലായോ? അദ്ദേഹത്തിന്റെ പേരും പെരുമയും നീ നിലനിർത്തണം. മനസ്സിലായല്ലോ? നീ ചെല്ലുമ്പോൾ അവിടെ എല്ലാവരും നിന്നെ കാണാൻ വേണ്ടി വരും. വീരഭദ്രൻ നായരുടെ മകൻ വരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പേരുണ്ടാക്കിയിട്ടാണ് അദ്ദേഹം, അറിയാം. അമ്മ, എനിക്ക് ഇപ്പൊ കൂടുതൽ ആളുകളെ പട്ടാളത്തിലേക്ക് എടുക്കുന്നത് ശരിക്കും അവിടെ യുദ്ധം നടക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ടാണ്. അതിന് അല്ല, യുദ്ധത്തിന് വേണ്ടിയിട്ടാണ് ആളെ എടുക്കുന്നത് എന്ന് പറയാം. അതെ, യുദ്ധത്തിന് വേണ്ടിയിട്ടാണ് ആളിനെ എടുക്കുന്നത്. അത് നല്ലതല്ലേ? രാജ്യത്തിന് വേണ്ടി പോരാടാനല്ലേ, രാജ്യം സുരക്ഷിതമാക്കാനല്ലേ നീ പോണം. നിനക്ക് അവിടെ നിന്ന് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഈ അമ്മ സഹിക്കും. നിനക്ക് എന്തങ്ങനെ സംഭവിച്ചാലും രാജ്യത്തിന് വേണ്ടി പോരാടുന്ന നിനക്ക് എന്ത് സംഭവിച്ചാലും അമ്മ സഹിക്കും. എന്ത് സംഭവിക്കണം? ഒന്നും സംഭവിക്കില്ല. അഥവാ അങ്ങനെ നിനക്ക് യുദ്ധത്തിനെ കുറിച്ച് പറഞ്ഞൊരു പേടി പോലെ തോന്നിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. എന്തിനാ നീ പേടിക്കുന്നത്? അല്ല, അറിയാതെ നമുക്ക് പരിചയമില്ലല്ലോ. ഇപ്പൊ അതിർത്തിയിൽ യുദ്ധം നടക്കുന്ന സമയത്ത് എങ്ങാനും വെടിവെക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു തോക്ക് പോലും ഞാൻ ഇന്നുവരെ പിടിച്ചിട്ടില്ലല്ലോ. ഇടാ, നിന്നെ കൊണ്ടു ചെന്ന ഉടനെ അങ്ങ് അതിർത്തിയിലോട്ട് അയക്കത്തില്ല യുദ്ധത്തിന്. തൽക്കാലം അവിടെ ആളൊക്കെ കാണും. നിനക്ക് ട്രെയിനിങ് ഒക്കെ തന്നിട്ടേ നിന്നെ വിടത്തുള്ളൂ. ഭയം പാടില്ല. രാജ്യത്തിന്റെ സുരക്ഷിതത്തിനാണ് നിന്നെ കൊണ്ടുപോകുന്നത്, ഓർമ്മ വേണം. ഹവീൽദാർ വീരഭദ്രൻ നായർ എല്ലാ തുറകളിലും അവിടെ വരെ പിടിച്ചു പറ്റി പേരും പ്രശസ്തിയും പിടിച്ച ആളാണ്, അറിയാലോ. അത് നീ ഉണ്ടാക്കിയെടുക്കണം. ഈ പെട്ടി എന്തായാലും മാറ്റാം. നമുക്ക് വേറെ നല്ലൊരു പെട്ടി വാങ്ങിക്കാം, അതാ നല്ലത്. ഷർട്ടൊക്കെ ഇത് ഏതായാലും ഉടുപ്പ് തന്നെ ഇട്ട് പോകേണ്ടി വരും. അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് മുതൽ ഈ ഡ്രസ്സ് ഇടണമെന്ന്. പെട്ടി എടാ, എൻ്റെ അച്ഛൻ്റെ ഓർമ്മ നിലനിൽക്കുന്ന പെട്ടിയാണിത്. പിന്നെ ഞാനിനിപ്പോൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ എങ്ങനെ പോയാലും ഒരു 2 വർഷം കഴിഞ്ഞിട്ടൊക്കെ തിരിച്ചു വരാൻ പറ്റൂ. അപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ ഇതൊക്കെ കൃത്യമായിട്ട് തങ്കത്തിനോടൊക്കെ ചോദിച്ചിട്ട് വൃത്തിയായിട്ടൊക്കെ ചെയ്യണം. ആ ക്ലീറ്റസ് കൊള്ളരുതാത്തവനാണെങ്കിലും ഞാനിവിടുന്ന് പോയി കഴിഞ്ഞാലും പിന്നെ അവനെ ഇവിടെ ആണായിട്ടുള്ളൂ. അതുകൊണ്ട് ഇനി വെറുതെ വഴക്കിനും ഇതിനൊന്നും പോരുതമ്മ. ഞാൻ ഒന്നിനും പോകത്തില്ല. നീ ഒരു കാരണവശാലും പേടിക്കണ്ട. അല്ല, നിന്റെ അച്ഛൻ പോയ കാലത്ത് ആദ്യമൊക്കെ ഞാനിവിടെ കുറേ നാൾ ഒറ്റയ്ക്കല്ലായിരുന്ന, എനിക്കെല്ലാ കാര്യങ്ങളും അറിയാം. അപ്പൊ പേടിയൊന്നും വേണ്ട. മോൻ നല്ലതുപോലെ പോയിട്ട് വരണം കേട്ടാ. ഇത് എന്ത് അറിയാം, നിനക്ക് തൊട്ടും ചേരുന്നില്ല കേട്ടോ. അല്ലേ, അവൻ ഫ്രാൻസൈസിന് പോവല്ല, പട്ടാളത്തിൽ പോവുക. ഈ ഡ്രസ്സ് തന്നെ ഇട്ടോണ്ട് പോണെന്ന് പ്രത്യേകം പറഞ്ഞതാ. ഈ തൊപ്പി അച്ഛന്റെ ഉടുപ്പാണമ്മേ. അളിയൻ നേരിട്ട് വന്ന് നിക്കണ പോലെ കുറച്ച് ഉയരം കുറവുണ്ട് അല്ലേ? ഓരോ തലമുറ കഴിയുമ്പോ കുറഞ്ഞു കുറഞ്ഞു വരുമല്ലോ അമ്മാവ. ഹവീൽദാറിന് ഇതേ പൊക്കമായിരുന്നു. കുറച്ച് കുറവുണ്ട്. മാമ ലീവിന് വരുമ്പോ മോക്ക് എന്ത് കൊണ്ടുവരണം? എനിക്ക് പട്ടാളക്കാർ ബാഗ് കൊണ്ടുവരോ?
ബാംഗ്ലൂർ. അല്ലേ ആളിവിടെ നിന്ന് അങ്ങോട്ട് പോയില്ല. അതിനുമ്പ് ലീവിന്റെ കാര്യമൊക്കെ പറഞ്ഞ നിനക്ക് പോസ്റ്റിംഗ് വാഗാ ബോർഡറിൽ നിന്നല്ലേ പറഞ്ഞത്? അങ്ങ് കുന്നംകുളത്ത്. എന്റെ കൊച്ചെ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിൽ. അവിടെയൊക്കെ പോയിട്ട് തിരിച്ച് വന്ന് ലീവ് എന്തെന്നും പറഞ്ഞ് വെറുതെ വ്യാമോഹിക്കല്ലേ. ചില മണ്ടന്മാര് പറയുന്നത് കേട്ടിട്ട് ഒന്നും വിഷമിക്കരുത്. ഒരു പട്ടാളക്കാരന്റെ ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം സഹിക്കാനും പൊറുക്കാനും തയ്യാറായി. നീ അമ്മയെ കണ്ടു പഠിക്കടി. വേഗം വരും കേട്ടോ. അപ്പൊ അമ്മ ഞാൻ ഇറങ്ങട്ടെ. അറിയാ അപ്പൊ അങ്ങനെ എല്ലാം പറഞ്ഞ പോലെ. പിന്നെന്താ നിനക്ക് ഞാൻ എന്തെങ്കിലും കൊണ്ടുവരേണ്ടതുണ്ടോ? എനിക്ക് നീ വരുമ്പോ ഒന്നും കൊണ്ടുവരണ്ട. ഇപ്പൊ പോകുമ്പോ കൈ കിടക്കുന്ന വാച്ച് പറ്റുമെങ്കിൽ തന്നിട്ട് പോകും. അയ്യോ വാച്ച് തരാൻ പറ്റില്ല അളിയാ. വാച്ച് അച്ഛൻ പട്ടാളത്ത് വരുമ്പോ കൊണ്ടുവന്നു അല്ലമ്മ. അപ്പൊ അത് തരാൻ പറ്റില്ല. പിന്നെ ബുദ്ധിമുട്ടില്ലെങ്കിൽ വീട്ടിന്റെ ആധാരം തന്നാലും മതി. വേണ്ട. ഓക്കെ ഹവിൽദാർ കനകൻ ബായ്. നീ പോടാ പുല്ലേ. ഞാൻ പിടിക്കാം. മാറങ്ങാട് പട്ടാളത്തെ പോയിട്ട് എന്തെടുക്കുന്നുണ്ട്? ഞാൻ നിന്നെ കാണാൻ വന്നില്ലളിയാ. എന്റെ അളിയ ഇത് കളിസ്ഥലമല്ല, യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അളിയാ നീ ഇങ്ങോട്ട് വന്നേ പിന്നെ അവിടെ ഭയങ്കര ബോറ്. എനിക്കൊന്നും ചെയ്യാൻ ആരും ഇല്ലളിയാ. നീ എന്തിനാ വന്നാന്ന്? ഞാൻ നിന്നെ കാണാൻ വന്നല്ലേ. എന്നെ കാണാൻ അളിയായി ചത്തു പോകുന്ന എത്രയും പെട്ടെന്ന് പോ 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 പോ. ഒന്ന് പോ അളിയാ. ഞാനേ നീ ഇവിടെ ചായ ഉണ്ടാക്കണോ ചപ്പാത്തി അറിയാൻ വേണ്ടി വന്നത്. അളിയ എത്രയും പെട്ടെന്ന് പൊക്കെ ചത്തു പോവാണ്. എന്തിന്? എന്തിനൊന്നും ഞാൻ യുദ്ധം ചെയ്തുകൊണ്ട് നിൽക്കുകയാണെന്ന്. മരിച്ചു കിടക്കുന്ന ആളുകളാണത് കണ്ടോ. നീ തമാശ പറയല്ലേ. നീ യുദ്ധം ചെയ്യാനോ? അതിന് നിനക്ക് വെടി വെക്കാൻ പറ്റും അറിയാൻ പാടില്ല. എനിക്ക് വെടിവെക്കാൻ അറിയാമോ? ആ എനിക്ക് വെടിവെക്കാൻ അറിഞ്ഞൂടെ? നിനക്ക് അറിഞ്ഞൂടെ? നിനക്കൊരു വായിക്ക് പറഞ്ഞൂടെ? എനിക്ക് വെടിവെക്കാൻ അറിഞ്ഞൂടെ? നിനക്ക് പോകാലോ. നീ എന്റെ അളിയനല്ല, ഞാൻ നിന്റെ അളിയനല്ല. ശത്രു രാജ്യത്തിന്റെ ചാരനാണ്. അല്ല നിന്നെ ഞാൻ കൊല്ലും. എന്നെ കൊല്ലരുത്. എന്നെ കൊല്ലരുത്. അയ്യോ എന്നെ കൊല്ലരുത്. കൊല്ലും. വന്ദേ മാതരം. വന്ദേ മാതരം. വന്ദേ മാതരം. എന്താ
ഭയങ്കര കഷ്ടാണ് കേട്ടോ. മനുഷ്യൻ രാത്രി ഇച്ചിരി നേരം കിടന്ന് ഉറങ്ങണേ. പകല സമാധാനം തരില്ല, ഇപ്പൊ രാത്രി സമാധാനം തരാതായിട്ടുണ്ട്. Alien versus Alien.